بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ സലീം സാഹിബ്, മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ കരുണാകടാക്ഷം എപ്പോഴും നമ്മളെല്ലാവരിലും വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അതിന്റെ പകുതി പിന്നിടുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് കൂടുതൽ ആത്മപരിശോധന നടത്താനും കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ വന്നുപോയിട്ടുള്ള തകരാറുകളും ന്യൂനതകളുമൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇനി വരാനുള്ള ദിവസങ്ങൾ കൂടുതൽ നിർണായകമാണെന്ന് മനസ്സിലാക്കി അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നാം വളരെയധികം ജാഗ്രത പുലർത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരുമാറാവട്ടെ. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒരുപക്ഷെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ ദുനിയാവിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഏറ്റവും കരുത്തുറ്റ ഒരു നിലപാടിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നമുക്ക് അല്ലാഹു മതി കാര്യങ്ങൾ ഫലമേൽപ്പിക്കാൻ. അല്ലാഹുവല്ലാതെ ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ ആരുണ്ട് എന്നുള്ളതാണ്. ഏത് പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലും ഏത് പ്രതിസന്ധികളിലും എത്ര തന്നെ വലിയ കൊടുങ്കാറ്റുകൾക്കും മഹാമാരികൾക്കുമിടയിലും നാം എപ്പോഴും അടിയുറച്ച വിശ്വാസികൾ പറയുന്ന വചനമാണത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ഈ ലോകത്ത് ഒരു മനുഷ്യൻ എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ, എല്ലാം കൈവിട്ടു എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാകുമ്പോ, ദുരിതങ്ങളുടെയും രോഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുക്കയത്തിൽ അകപ്പെട്ടു പോകുന്ന സമയത്തും ലോകത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്ത ആശ്വാസത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ വല്ലാത്തൊരു വചനമാണത്. അതിന് വല്ലാത്തൊരു ശക്തിയുണ്ട്. അത് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നമ്മെ മുന്നോട്ടു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺമുന്നിൽ ഈ സമകാലിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും കാണിച്ചു തരുന്നുണ്ടല്ലോ. ഉമ്മത്ത് മുസ്ലിമ ലോകത്തിന്റെ പല ഭാഗത്തും കൊടിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗസയിലൊരു ഡോക്ടറുണ്ട്, അവരുടെ പേര് ഡോക്ടർ അലാ അൻ നജ്ജാർ എന്നാണ്, പീഡിയാട്രീഷ്യനാണ്. ചെറിയ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന കുട്ടികളുടെ ഡോക്ടറാണ് അവർ. അവർക്ക് 11 കുട്ടികളുണ്ടായിരുന്നു.
ആ 11 മക്കളിൽ 10 മക്കളും സയനിസ്റ്റ് ഭീകരരുടെ ബോംബിങ്ങിൽ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്ന സന്ദർഭം, ആ ഹോസ്പിറ്റലിൽ ആ പിഞ്ചു പൈതങ്ങളുടെ മൃതശരീരം, ജനാസകൾ ആ ഹോസ്പിറ്റലിൽ ഏറ്റുവാങ്ങുന്നത്, ആ ഹോസ്പിറ്റലിൽ സജീവമായി ഓടി നടക്കുന്ന ഈ സ്ത്രീയായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളുടെ മൃതദേഹം, മയ്യത്ത് വാരിയെടുക്കേണ്ട അവസ്ഥ. ആ സമയത്ത് ഇത് കണ്ടിട്ട് ഹൃദയം തകർന്നു പോകുന്ന, ഏതൊരാളും മോഹാലസ്യപ്പെട്ടു പോകുന്ന, ഹൃദയം തകർന്നു പോകുന്ന ഒരു സന്ദർഭത്തിലും അവർ ക്യാമറകൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കെ അവർ പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതി, അല്ലാഹു ഉണ്ട് എന്റെ കൂടെ, എല്ലാം അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊക്കെ ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നിഅമത്തുകൾ നൽകിയിട്ടുള്ള ആളുകളെ നമ്മൾ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ, ബിസിനസ്സിൽ ചെറുതായിട്ടൊന്ന് പാളുമ്പോൾ, സഹിക്കാൻ പറ്റാത്തൊരു പല്ലുവേദന വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണി നമുക്കുണ്ടാവാറുണ്ടോ? അതിനെ നേരിടുവാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവാറുണ്ടോ? അതിനെ അതിജീവിക്കാനുള്ള വല്ലാത്തൊരു ആന്തരികമായിട്ടുള്ള ശേഷി നമുക്ക് കൈവരാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെ ഇല്ല എങ്കിൽ നമുക്ക് തവക്കുലിന്റെ ഈ ഉന്നതമായിട്ടുള്ള ഗുണം നമുക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും നമ്മൾ തസ്ബീഹും തഹ്ലീലും ഹംദും തഹ്മീദും ഒക്കെ ചെയ്യുന്നത് പോലെ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ പറയാറുണ്ട്. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ നോക്കിയിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ വിനയാന്വിതരായിക്കൊണ്ട് ഞാൻ വളരെ നിസ്സാരനാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അതോടൊപ്പം എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് എന്നുള്ള മന്ത്രം, ഹസ്ബുനല്ലാഹ് എന്നുള്ള ഇത്രയും ശക്തിമത്തായിട്ടുള്ള ഒരു വാക്യം നമുക്ക് കാണാൻ സാധ്യമല്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ബുദ്ധിജീവി, അദ്ദേഹം ഒരു നിരീശ്വരവാദി കൂടിയാണ്, മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാത്ത വ്യക്തിയാണ്. ഡോക്ടർ കെ.എൻ. കുഞ്ഞഹമ്മദ്. അദ്ദേഹം വാരാദ്യ മാധ്യമത്തിൽ എഴുതിയ ഒരു അനുഭവക്കുറിപ്പ് ഞാൻ ഓർത്തുപോവുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള കവിയായിട്ടുള്ള കെ.ടി. സൂഫി മാഷ്, കുറ്റ്യാടിയിലുള്ള കെ.ടി. സൂഫി മാഷിന്റെ മകൻ കുറ്റ്യാടി പുഴയിൽ മുങ്ങി മരിച്ചു. അങ്ങനെ ആ പിഞ്ചോമനയുടെ മയ്യത്ത് കാണാൻ കെ.എൻ. കുഞ്ഞഹമ്മദ് അദ്ദേഹം സൂഫി മാഷിയുടെ വീട്ടിലേക്ക് പോയ ഒരു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയ സന്ദർഭത്തിൽ പിന്നീട് കെ.എൻ. കുഞ്ഞഹമ്മദ് പറയുന്നുണ്ട്, ഒരു വിശ്വാസിയല്ല എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഒരു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളെന്ന അർത്ഥത്തിൽ എന്നെ ഒരുപാട് മതിച്ച ഒരു സംഭവമായിരുന്നു അത്. കാരണം ഞാൻ എന്തു പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക? സ്വന്തം, അതായത് വാരിയെടുത്ത് ഉമ്മ വെച്ച് കൊതി തീരാത്ത ആ പ്രായത്തിൽ, പറക്കമുറ്റാത്ത പ്രായത്തിൽ അങ്ങനെ മടങ്ങിപ്പോയ, മരിച്ചുപോയിട്ടുള്ള ഒരു കുഞ്ഞിന്റെ പിതാവിനോട് എന്ത് പറഞ്ഞിട്ടാണ് ഈ ദൈവത്തിലും പരലോകത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക? അതേസമയം സൂഫി മാഷ് വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന ആളുകളെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതായത് നാളെ പരലോകത്ത് വെച്ച് നമുക്ക് കാണാൻ സാധ്യമാകുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, അതൊരു തവക്കുലിന്റെ രൂപമാണ്. അങ്ങനെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, വലയബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും. നമുക്കതുണ്ടായിട്ടില്ല. നമ്മുടെ ആകാശത്തുകൂടി അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും F-35ഉം F-16 വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊന്നും പറഞ്ഞിട്ട് ഏത് നിമിഷവും ബോംബർ വിമാനങ്ങൾ, അതിൽ നിന്ന് വീഴുന്ന മിസൈലുകൾ എന്റെ വീടിനെ തുരന്നു പോകുന്ന പേടി നമുക്കില്ലല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ജീവിക്കുന്ന ഒരു ജനത നമ്മുടെ ലോകത്തുണ്ട്.
അങ്ങനെ അതിജീവിച്ച ജനതയുണ്ട്. അവിടെയും പതറാതെ എപ്പോഴും അങ്ങനെ ഒരു ബോംബ് വീഴുമ്പോൾ, ഒരു മിസൈൽ വീഴുമ്പോ, തൊട്ടടുത്തുള്ള സഹോദരങ്ങൾ മരണപ്പെടുമ്പോ, രക്തസാക്ഷികളാകുമ്പോ അപ്പോഴും അവർ പറയുന്നത് ഹസ്ബി അല്ലാഹ് എന്നാണ്. ഈ ഗസയുടെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പഠനം നടത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ അൽജസീറയിലെ മാധ്യമ പ്രവർത്തകൻ നടത്തിയ ഒരു പഠനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏതാണ്ട് 3 വർഷക്കാലത്തോളം കൊടിയ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടപ്പെട്ട ജനത പട്ടിണി, അതായത് അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കി. അതറിയാലോ, തെജിബി എന്നാണ് അതിന് പറയാ. എല്ലാ അതിർത്തികളും അടച്ചിട്ട് എല്ലാ സഹായങ്ങളും കടത്തിവിടാൻ സാധിക്കാത്ത വിധത്തിൽ, അവിടേക്ക് ഭക്ഷണവും വെള്ളവും എത്താത്ത വിധത്തിൽ ഉപരോധിക്കപ്പെട്ട ഒരു ജനതയാണവർ. ഒരു ഘട്ടത്തിൽ കൊടും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും അങ്ങേതലക്കിലെത്തിയ ജനതയാണവർ. അങ്ങനെ പട്ടിണി നിന്നിട്ടുള്ള 100 കണക്കിന് ആളുകളെ സയനിസ്റ്റ് ഭീകരന്മാര് വെടിവെച്ചു എന്ന് നമുക്കറിയാം. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന, അന്നത്തിന് ക്യൂ നിൽക്കുന്ന വിശന്നു പൊരിഞ്ഞ മനുഷ്യരെ വെടിവെച്ച് വീഴ്ത്തിയ ആളുകൾ. അങ്ങനെയുള്ള കൊടും പരീക്ഷണം നമുക്കൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും പോലും സാധിക്കാത്ത വിധത്തിലുള്ള അത്തരം പരീക്ഷണത്തിലൂടെ കടത്തിവിടപ്പെട്ട ആളുകൾ അൽജസീറ മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ 3 വർഷത്തിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ പോലും അവിടെ ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പട്ടിണി വിചാരിച്ചിട്ട്, ദാരിദ്ര്യം വിചാരിച്ചിട്ട്, മരണഭയത്തെ പേടിച്ചിട്ട്, മരണത്തെ പേടിച്ചിട്ട് ഒരാൾ പോലും, അവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള ഒരാൾ പോലും അവിടെ ആത്മഹത്യ തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ തവക്കുലിന്റെ പവർ എന്ന് പറയുന്നത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന്റെ ശക്തി എന്ന് പറയുന്നതാണ്. അതേസമയം ഇസ്രായേലിനെ കുറിച്ച് അദ്ദേഹം തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റാറ്റിക്സ്, അതിലെ കണക്കെടുത്തപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഏതാണ്ട് 200-300-ലധികം ആളുകൾ, പട്ടാളക്കാര് പേടിച്ചിട്ട് ഭയന്നിട്ട് ആത്മഹത്യ ചെയ്തതിന്റെ കണക്കുകളാണ്. ഇപ്പോഴും അവിടെ ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ യൂറോപ്പിൽ നിന്നൊക്കെയാണ് പ്രഗത്ഭരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ഇപ്പൊ അവിടുത്തെ ആളുകൾ തികയാനിട്ട് അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ വിശ്വാസികളിൽ മാത്രം കാണുന്ന വല്ലാത്തൊരു അത്ഭുതമാണ്. ഇത് അള്ളാഹുവിൽ സമർപ്പിച്ചതിന്റെ പേരിൽ നമ്മളെപ്പോഴും നമസ്കാരത്തിന് ശേഷം എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു വചനമുണ്ടല്ലോ, അതിന്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, എല്ലാ സമാധാനവും ശാന്തിയും നിന്നിലേക്കാണ് മടങ്ങുന്നത്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സ്വസ്ഥതയുടെയും ഒക്കെ പ്രഭവ കേന്ദ്രം റബ്ബേ നീയാണ്, അല്ലാഹുവേ നീയാണെന്നുള്ള വചനമാണത്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. എന്നതിന്റെ അർത്ഥം, അല്ലാഹുവേ നീ നൽകിയത് തടയുന്നവൻ ആരുമില്ല. നീ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ഈ ഭൂമുഖത്തെ ഏതൊരു ശക്തിക്കും അത് സാധ്യമല്ല. ഇനി നീ തടയുന്നൊരു കാര്യം, നീ തടഞ്ഞതായിട്ടുള്ള ഒരു കാര്യം, അത് ആർക്കെങ്കിലും നൽകുവാനും സാധ്യമല്ല. നീ വിധിച്ചതിനെ മാറ്റിമറിക്കാനോ, നീ എന്താണോ വിധിച്ചത് അതിനെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരാളും ഈ ഭൂമുഖത്തില്ല. നമ്മളാ ചൊല്ലുന്നതും നമ്മളാ പറയുന്നതുമൊക്കെ ഈ തവക്കുലിന്റെ, ഈ സമർപ്പണത്തിന്റെ വല്ലാത്ത ഒരു വചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തില് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശ്വാസിയുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ശാന്തിയും അതുപോലെ സമാധാനവും നൽകുന്ന ഒരു വചനമാത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, പല നെബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ, നിങ്ങളെ പേടി കൊണ്ടും അതുപോലെ തന്നെ വിശപ്പ് കൊണ്ടും, ഭയം മാത്രമല്ല ചിലപ്പോൾ പട്ടിണി ഉണ്ടാവും, പറയാൻ സാധ്യമല്ലല്ലോ. ലോകക്രമൊക്കെ മറിയുകയാണ്. ഹോർമുസ് കടലെടുത്ത് അടച്ചു കഴിഞ്ഞു. അതിന്റെ അനുരണനങ്ങൾ, അതിന്റെ കോൺസിക്വൻസസ് വരാൻ പോവാണ്. ഇപ്പൊ തന്നെ പാചകവാതകങ്ങൾ, സിലിണ്ടറുകൾക്ക് വില കൂടി. ഒരു ഹോർമുസ് കടലെടുക്ക് അടക്കപ്പെടുമ്പോൾ ലോകം മുഴുവൻ ആശങ്കയിലാകാൻ കാരണങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാല് നമ്മുടെ ഈ സമൃദ്ധിയും നമ്മുടെ ഈ സുഭിക്ഷതയുമെല്ലാം ഒരു നേരം കൊണ്ട് കൂട്ടിയിടാൻ വേണ്ടി കഴിയും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ.
ഹോർമുസ് കടലെടുത്ത് അടക്കുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ ഖത്തറിൽ കുറെ ദിവസത്തേക്ക് LPG വിതരണം നിലച്ചപ്പോ അത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും അതിന്റെ അനുരണനം ഉണ്ടായി. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ LPG വിതരണം ചെയ്യപ്പെടുന്ന അതിന്റെ പൈപ്പുകൾ കടലിടുക്കുകളിലൂടെയും മറ്റേക്ക് അതിന്റെ പൈപ്പുകൾ കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് നിന്ന് ഒരു ദിവസം 1 മണിക്കൂർ അത് മുടങ്ങിയാൽ അത് ലോകത്തെ ബാധിക്കും. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് 1 മണിക്കൂർ കപ്പലുകൾ കടത്തിവിടാതിരുന്നാൽ ലോകത്തിന്റെ സമ്പദ്ഘടനയെ അത് ബാധിക്കും. ആ അർത്ഥത്തിലേക്ക് സാഹചര്യങ്ങൾ പോയാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നമ്മുടെ സുഭിക്ഷത, നമ്മളുടെ സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്നത് അത് നിമിഷ നേരങ്ങൾ കൊണ്ടില്ലാതാകുന്ന ഒരു സംഭവമാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോ ചിലപ്പോ പേടി കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഖൗഫ് കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഭയം എന്ന് പറയുന്നത് ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ മാത്രമല്ലല്ലോ, പലതുകൊണ്ടുണ്ടാകും. അങ്ങനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ലോകത്ത്. ചില ആളുകൾ അങ്ങനെ മരണത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളും, അങ്ങനെ ജീവിതത്തെ പേടിച്ചിട്ട് മരിക്കുന്ന കുറെ ആളുകളുള്ള ദുനിയാവായത്. ചിലർ മരണത്തെ പേടിച്ച് ജീവിക്കുന്നു, ചിലർ ജീവിതത്തെ പേടിച്ചിട്ട് മരിക്കുന്നു. അങ്ങനെയുള്ള ദുനിയാവാണ്. അപ്പൊ അങ്ങനെ ഭയം കൊണ്ട് ചിലപ്പോ ചില രോഗങ്ങളായിരിക്കും, അപ്പൊ നമ്മൾ പേടിക്കും. അതുപോലെ തന്നെ പട്ടിണി കൊണ്ടും ചിലപ്പോ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ കൊണ്ടായിരിക്കും. കച്ചവടത്തിലൊക്കെ നമ്മൾ വിചാരിക്കാതെ അങ്ങനെ തകർന്നു പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഒരുപാട് പ്രതീക്ഷയോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമായിരിക്കും, ധാരാളം പ്രതീക്ഷയോട് തുടങ്ങും. പക്ഷേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിൽ ചിലപ്പോൾ തിരിച്ചടികളൊക്കെ ഉണ്ടാകും. എല്ലാ സംഗതികളും അതിന്റെയൊക്കെ എല്ലാ കാര്യങ്ങളും അത് അല്ലാഹുവിലാണ്. ചില ഘട്ടങ്ങളിൽ വനക്സിമിനൽ അംവാലി വൽ അൻഫുസ്, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ റൂഹ് പിടിച്ചുകൊണ്ട് അവിചാരിതമായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, ചിലപ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളാകും, നമുക്ക് ഏറ്റവും അടുത്ത ആളുകളാകും. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അവരുടെ മടങ്ങിപ്പോക്ക്, അവരുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണെന്ന്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോളും എപ്പോഴും സന്തോഷത്തിൻ്റെതായിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് നമ്മുടെ ഹൃദയം തകർത്ത് കളയുന്ന സംഭവങ്ങൾ വരും. നക്സിമിനൽ അംവാലി വൽ അൻഫുസ്, സാമ്പത്തികമായ തിരിച്ചടി ഉണ്ടാകും, ധനനഷ്ടവും ദേഹവിയോഗങ്ങൾ ഉണ്ടാകും. അപ്പോഴും അല്ലാഹു പറയുന്നു ബശ്ശിരി സ്വാബിരീൻ, അവിടെയും സബറുള്ള ആളുകൾ, ക്ഷമാലുക്കളായിട്ടുള്ള ആളുകൾ, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നുള്ളതാണ്. സബറും തവക്കുലും തമ്മിൽ വലിയ ബന്ധമുണ്ട്. തവക്കുൽ എപ്പോഴും സബറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പണ്ഡിതന്മാരും മുഫസ്സിറുകളൊക്കെ പറയുന്നുണ്ട്. ഉലൈക്കൽ ലദീന യുജ്സൗനൽ ഗുർഫത ബിമാ സബറു എന്ന സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതായത് അവർ ഭൂമി ലോകത്ത് ക്ഷമിച്ചതിന്റെ ഫലമായിട്ടാണ് സ്വർഗത്തില് അള്ളാഹു പ്രത്യേകമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ആരാമത്തിലെ ആ പ്രത്യേകമായിട്ടുള്ള റൂം അവർക്ക് ഒരുക്കി വെച്ചത്. കാരണം അവർ സഹിച്ചതുകൊണ്ടാണ്. എങ്ങനെയാണ് സബർ ഉണ്ടായതെന്ന് വെച്ചാൽ അത് തവക്കുലിൽ നിന്നുണ്ടാകുന്നതാണ്. തവക്കുലിൽ നിന്നാണ് സബർ ഉണ്ടാകുക. അപ്പൊ ആ അർത്ഥത്തില് നമുക്ക് തവക്കുല് ചെയ്യാൻ നമുക്ക് കഴിയണം. തവക്കുല് ഇല്ലാത്ത ആളുകൾ മുനാഫിക്കുകളാണ്. തവക്കുലില്ലാത്ത ആളുകൾ ഹൃദയത്തിൽ നിഫാഖ് ഉള്ള ആളുകളാണ്. ഈമാനിന്റെ അംശം കുറഞ്ഞു പോകുമ്പോഴാണ്, വിശ്വാസത്തിൽ കളങ്കമുണ്ടാവുമ്പോഴാണ്, മഅസിയത്തുകൾ ചെയ്യുമ്പോഴാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ എപ്പോഴും പേടിക്കുക. എന്തെങ്കിലുമൊക്കെ വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, രഹസ്യമായിട്ടുള്ള തിന്മകളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരാണ് പലപ്പോഴും അവർക്ക് തവക്കുൽ ചെയ്യാൻ കഴിയില്ല. അവർക്ക് തവക്കുലിന്റെ മനസ്സുണ്ടാവുകയില്ല. എപ്പോഴും അവർക്ക് ആദിയുണ്ടാകും. ദുനിയാവിൽ നിന്ന് പലതും നഷ്ടപ്പെടാൻ അവർക്കുണ്ടാകും. അതുകൊണ്ട് ഈ അർത്ഥത്തില് തവക്കുലിന്റെ ഹൃദയം ആ ഈമാൻ ഇല്ല എങ്കിൽ മറുഭാഗത്ത് നിഫാഖ് ഉണ്ടാകും. അപ്പോ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അതായത് അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ചില ആളുകള് അവരോട് വന്നിട്ട് പറഞ്ഞു, വിശ്വാസികളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഇതാ ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, നിങ്ങളെ കീഴ്പ്പെടുത്താൻ, അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കുക. ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങളുമായിട്ട്, ക്ലസ്റ്റർ ബോംബുകളുമായിട്ട്, B2
B-12 ബോംബുകളുമായിട്ട്, അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുമായിട്ട്, ഇങ്ങനെ സർവായുധ വിഭൂഷിതരായിട്ട് നിങ്ങളെ നേരിടാൻ, നിങ്ങളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്കെതിരെ ഇതാ ഒരു വിഭാഗം ആളുകൾ സംഘടിച്ചിരിക്കുന്നു. ജമഊലക്കും ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണം, നിങ്ങൾ അവരെ ഭയപ്പെടണം, അവർക്ക് നിങ്ങൾ കീഴ്പ്പെടണം എന്നൊക്കെ പറയുമ്പോ ഫസാദഹും ഈമാന, ഈ വർത്തമാനം അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ മുമ്പിൽ പേടിച്ചിട്ട് ഓച്ചാനിച്ച് മുട്ടുമടക്കി നിൽക്കുകയല്ല ചെയ്തത്. അവിടെ ഈമാൻ അത് വർദ്ധിപ്പിക്കും. ആര് വന്നാൽ എന്താ, ആര് വന്നോട്ടെ, അള്ളാഹുണ്ട് എന്റെ കൂടെ എന്നുള്ള. എന്നിട്ട് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വക്കാലു, എന്നിട്ട് അവർ പറയും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ്, നമുക്ക് അള്ളാഹു മതി, വനിഅമൽ വക്കീൽ, അവനേക്കാൾ ഭരമേൽപ്പിക്കുന്നവൻ ആരുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബദറിന്റെ അനുസ്മരണ ദിനവും വേളയും കൂടിയാണല്ലോ. പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും ചരിത്രപരമായ സംഭവബഹുലമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഏറ്റവും സുവർണ നിമിഷങ്ങളിൽ ഒന്നാണ് ബദർ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ വിശ്വാസികൾക്ക് ബദർ അതൊരുപാട് ഗുണപാഠങ്ങൾ ഉള്ളടങ്ങിയ രീതിയിൽ അള്ളാഹു നമുക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. 313 വരുന്ന ബദരീങ്ങൾ, 1000-ഓളം വരുന്ന ബത്റം വലിയാൻ, അഹങ്കാരത്താലും ആളുകളെ കാണിച്ചുകൊണ്ട് സർവ്വയുധ വിഭജിതരാലും അകന്തയോടും കൂടി ബദറിലേക്ക് വന്നിട്ടുള്ള ആളുകളെ യാതൊരു തരത്തിലുള്ള ആയുധത്തിന്റെ പിൻബലമില്ലാതെ, വേണ്ടത്ര മനുഷ്യവിഭവ ശേഷിയില്ലാതെ ആ ആളുകളെ നേരിട്ടത് അത് ഈമാനിന്റെയും തവക്കുലിന്റെയും ബലത്തിലാണ്. അവരും പറഞ്ഞത് വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ്. നമുക്ക് അല്ലാഹു മതി, എല്ലാ അർത്ഥത്തിലും ഭരമേൽപ്പിക്കാൻ പറ്റിയവൻ അല്ലാഹു മാത്രമാണ്. ദുനിയാവിൽ വേറൊന്നും നമ്മളെ രക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ടെക്നോളജി, ആളുകളൊക്കെ ടെക്നോളജിയുടെ ധൈര്യത്തിലും ബലത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ തന്നെ തമാശ രൂപേണ പറയല് അവന് വിമാനോഫോബിയ ഉണ്ട് എന്നാണ്. വിമാനോഫോബിയ. ഇന്ന് വരെ വിദേശത്ത് ഒരുപാട് അവസരം ഉണ്ടായിട്ട് പോകുമല്ലോ, വിമാനം എപ്പോ നോക്കിയാൽ അവന് വിമാനം പൊട്ടിത്തെറിച്ച്, അതായത് വിമാനത്തിൽ കയറിയാൽ അത് പൊട്ടിത്തെറിച്ച് മരിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ലോകത്ത് വിമാനാപകടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ 0. ഇത്രയാണ് നടക്കാറുള്ള സംഭവം. പക്ഷേ നമുക്ക് ഗ്യാരണ്ടി ഇല്ല, മനുഷ്യൻ നിർമ്മിക്കുന്ന ഒന്നിനും ഗ്യാരണ്ടി ഇല്ല. കാരണം അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. ടെക്നോളജി എന്ന് പറയുന്നത്, ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എത്ര തന്നെ സുരക്ഷിതത്വം പറഞ്ഞ, ഇപ്പൊ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്തരം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് തന്നെ മനുഷ്യ നിർമ്മത ബുദ്ധി തന്നെ ഒരുപാട് പിഴക്കും. അതിന് തന്നെ പിഴവ് പറ്റും. ഞാനിപ്പോ കുറച്ചു ദിവസം മുമ്പ് ഇസ്തഫല വസിന്റെ ഒരു 10 ഉദാഹരണം തരാമെന്ന് ചോദിച്ചു. അതായത് ഈ സർഫ് പഠിപ്പിക്കുമ്പോ, അപ്പോ അത് ChatGPT-യോടാണ് ചോദിച്ചത്. പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പൊ ഈ സാധനം പരിശോധിച്ചിട്ടില്ല, അബദ്ധം വരും എന്നുള്ളതിന്റെ തെളിവാണ്. അതിന് ആ കൂട്ടത്തിൽ 9 ശരിയായിരുന്നു, പക്ഷെ 1 ഇസ്തമയാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്തമ എന്ന് പറയുന്നത് ഇസ്തഫല വസിനിൽ പെടൂല, അത് ഇഫ്താല വസിനിലാണ് പെടുക, ഇസ്തമ. പക്ഷെ ChatGPT വിചാരിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഒരുപോലെ ആയിരിക്കും, എല്ലാ ഇസ്ന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടത്തിൽ അതിന്റെ ഇടയിലൊരു തെറ്റ്, എന്ന് പറഞ്ഞ മനുഷ്യ നിർമ്മിത ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നതിന്റെ പരിമിതിയാണ്. അങ്ങനെയാണല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ, മുഴുവൻ ചെക്കപ്പും കഴിഞ്ഞു, ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. അയാളെ കൊളസ്ട്രോൾ പരിശോധിച്ചു, ഷുഗർ പരിശോധിച്ചു, കാർഡിയാക്ക് പരിശോധിച്ചു, TMT ടെസ്റ്റ് എടുത്തു, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ കഴിഞ്ഞിട്ട് സമ്പൂർണമായ റിസൾട്ടും പിടിച്ചിട്ട് അതിന്റെ കോപ്പിയും പിടിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു മരിച്ചു. പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നം ആ മനുഷ്യനില്ല. അതായത് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ടുള്ളതാണ്. മൂപ്പരുടെ ആന്തരിക അവയവങ്ങളും ശരീരത്തിന്റെ ഉള്ളറകളും എല്ലാം ചെക്കപ്പ് ചെയ്ത് എല്ലാം എടുത്തതിന് ശേഷം വിധി എഴുതിയതാണ് എന്ത്, ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനാണ് അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിഗമനങ്ങൾ, മനുഷ്യന്റെ തീരുമാനങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ടെക്നോളജി, ഈ പറയുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ. എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ അങ്ങനെ കഴിയേണ്ടതുണ്ട്. അതേസമയം എറണാകുളത്തുള്ള ലോകപ്രശസ്തനായിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ഓങ്കോളജിസ്റ്റ്, അതായത് ക്യാൻസർ രോഗ വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം മലയാളത്തിലുണ്ട്, നമ്മളൊക്കെ അത് വായിക്കണം. ആ പുസ്തകത്തിലുടനീളം അദ്ദേഹം ഒരുപാട് അനുഭവങ്ങൾ പറയുന്നിടത്ത് ആ ഓങ്കോളജിസ്റ്റ്, ക്യാൻസർ രോഗ വിദഗ്ധൻ അദ്ദേഹം പറയുന്ന ഒരു ഘട്ടമുണ്ട്. അതായത്
ചില ആളുകൾ ക്യാൻസറിന്റെ അങ്ങേയറ്റത്തെ സ്റ്റേജിലേക്ക് എത്തിയിട്ട് ജീവിതത്തിന്റെ ഏറ്റവും ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാ ആശകളും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലെല്ലാം റിക്കവറി ചെയ്ത് തിരിച്ചുപോയ ആളുകളുണ്ട്. കാരണം വൈദ്യശാസ്ത്രം എല്ലാവരെ രക്ഷിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന്റെ മാനദണ്ഡ പ്രകാരം രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു വഴിയും അവർക്കുണ്ടായിരുന്നില്ല. അവരെ രക്ഷപ്പെടുത്തിയത് ഉജ്ജ്വലമായിട്ടുള്ള ദൈവവിശ്വാസമാണ്. ദൈവവിശ്വാസത്തിന്റെ കരുത്താണ്. ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. മനസ്സും ശരീരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മൈൻഡ് ബോഡി റിലേഷൻഷിപ്പാണ് ഇപ്പോ പുതിയ പഠിക്കപ്പെടുന്നത്. മുഴുവൻ ഡോക്ടർമാരും പറയുന്നത് നമുക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് നിരന്തരം തലവേദന, ചില ആളുകൾക്ക് ഗട്ടിന്റെ പ്രശ്നം, ഗട്ട് ഹെൽത്ത് പ്രശ്നമാണ്, എപ്പോഴും വയറിന്റെ പ്രശ്നം, അതുപോലെ തന്നെ ഷുഗറുമായി ബന്ധപ്പെട്ട് എന്റെ പഞ്ചസാരയും ചോറും ഇതൊക്കെ തിന്നിട്ട് മാത്രമാണ് ഷുഗർ ഉണ്ടാകുന്നത്. ഇതൊന്നുമല്ല, ഇതൊക്കെ ആത്യന്തികമായിട്ട് ഇതൊക്കെ മൈൻഡ് ബോഡി റിലേഷൻ, മനസ്സുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്, സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ട്. അതിന് ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ല ആരോഗ്യമുള്ള ചില മനുഷ്യന്മാർ, അതായത് എന്തിനേയും നേരിടാൻ കെൽപ്പുള്ള, എന്തിനേയും നേരിടാൻ ചങ്കുറപ്പുള്ള ആളുകൾ, അങ്ങനെ ഈമാനുള്ള ആളുകൾ, ഈമാനിന്റെ ശക്തിയുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ക്യാൻസറിനെ അതിജീവിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ് അവർക്ക് ആ ക്യാൻസറിനെ അതിജീവിക്കുക. കേരളത്തിൽ അറിയപ്പെടുന്ന ഓങ്കോളജിസ്റ്റ് ഒരു അമുസ്ലിമാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ അനുഭവ കഥകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തവക്കുൽ എന്ന് പറയുന്നത്, അള്ളാഹുവിൽ ഹസ്ബി അല്ലാഹ് ഹസ്ബുനല്ലാ എന്നൊക്കെ പറയുന്നത്, അത് കേവലം നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഉരുവിടുന്ന കേവലം മന്ത്രോച്ചാരണങ്ങളല്ല. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പരിശീലിപ്പിക്കേണ്ട, നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ തലമുറകളെ എന്ന് പ്രത്യേകം പറയും. നമ്മൾ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ, നമ്മുടെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. അവർക്കൊക്കെ തവക്കുലിന്റെ ഈ ഒരു അവസ്ഥ ഉണ്ടോ? കാരണം നമ്മളൊക്കെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള, ഏറ്റവും സുന്ദരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഒരു പരീക്ഷണങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രയാസങ്ങളൊക്കെ നേരിടാതെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ. ആ തലമുറകൾ പലപ്പോഴും ആ തലമുറകൾക്ക് ഈ തവക്കുലിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം നമ്മൾ. ഇപ്പൊ പുതിയ പഠനങ്ങൾ പറയുന്നത്, പുതിയ കാലത്തെ കുട്ടികൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ വയലന്റ് ആകുന്നു. ചില കുട്ടികളെങ്കിലും പെട്ടെന്ന് ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കുറെ വ്ളോഗേഴ്സ്, അവര് ഈ ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ആത്മഹത്യ ചരിത്രം നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്? ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്ത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജീവിതത്തെ എങ്ങനെ നിസ്സാരമായി കാണാനുള്ള ഒരു ചിന്ത ഒരാൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരീക്ഷണങ്ങൾ നേരിടാൻ കഴിയാതിരിക്കുമ്പോഴാണ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മനപ്രയാസം ഉണ്ടാകുമ്പോ, ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ മുന്നിൽ വന്നു വരുമ്പോ അതിനെ ചങ്കുറപ്പോടെ, ചങ്കൂറ്റത്തോടെ നേർക്കുനേരെ നിന്നിട്ട് നേരിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ പറയുന്ന ആളുകൾ ആത്മഹത്യയെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ മടുത്തുപോയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തവക്കുലിന്റെ മനസ്സ് ആ പറയുന്ന അത് നമ്മുടെ വരുന്ന തലമുറക്ക്, വളർന്നു വരുന്ന തലമുറക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതാ പറഞ്ഞത്, ഞാൻ നേരത്തെ ഓതി, അത് വിശ്വാസികളുടെ പ്രത്യേകത. അവര് ഇതാ നിങ്ങൾക്കെതിരെ ഒരാൾ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ, നിങ്ങളെ കൊല്ലാൻ, നിങ്ങളെ അടിച്ചമർത്താൻ, ഇല്ലായ്മ ചെയ്യാൻ ഒരു വിഭാഗം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയും. അതേസമയം മറുഭാഗത്തൊരു വിഭാഗം ആളുകളുണ്ട്. മറുഭാഗത്തൊരു വിഭാഗം ആളുകൾ ഈമാനില്ലാതാവുമ്പോ, തവക്കുലില്ലാതെ, അത് അഹ്സാബ് യുദ്ധത്തിൽ അള്ളാഹു വളരെ കൃത്യമായിട്ട് നമുക്ക് വരച്ച് കാണിച്ചു തന്നു. ഇത് ജാഊക്കും മിൻ ഫൗകിക്കും വമിൻ അസ്ഫല മിൻകും, അതായത് അവർ നിങ്ങളുടെ അടുക്കൽ നിന്നും, മുകളിൽ നിന്നും, താഴ്ഭാഗത്ത് നിന്നും, നിങ്ങളുടെ എല്ലാ വശങ്ങളിൽ നിന്നും സംഘടിച്ചുകൊണ്ട്, അഹ്സാബായിക്കൊണ്ട്, അലയൻസ് ആയിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നു. അഹ്സാബ് യുദ്ധത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഗസയുടെ യുദ്ധവും ഗസയുമായി ബന്ധപ്പെട്ടും ഇപ്പോ ഈ പറയുന്ന ഇറാനെതിരെ നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട, ഓതേണ്ട ഒരു അധ്യായമാണ് ഈ റമദാനിൽ അഹ്സാബ് എന്ന് പറയുന്നത്. മൊത്തം മുസ്ലിം ഉമ്മത്തിനെതിരെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ മനസ്സിലാക്കണം. ജൂത സയനിസ്റ്റ് ലോബികൾ ഒരു ഭാഗത്ത്, അമേരിക്കയും യൂറോപ്പൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ മറ്റൊരു ഭാഗത്ത്, ഇന്ത്യയിൽ നിന്ന് ഹിന്ദുത്വയുടെ ആശീർവാദങ്ങൾ മറുഭാഗത്ത്. എല്ലാവരും സംഘടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ആ സംഘടിച്ചതിന്റെ അർത്ഥങ്ങളും തെളിവുകളും കണ്ടിട്ടുണ്ട്. അതൊക്കെ പരസ്യമായിട്ട് ആളുകൾ പറയാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരേ ഒരു ശത്രു അത് മുസ്ലിങ്ങളാണ്. ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റേണ്ട ക്യാൻസറാണ് മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ ഇസ്ലാമോഫോബിക് പ്രചരണങ്ങൾ, അത്തരം പ്രോപ്പഗണ്ടകൾ, അത്തരം നരേറ്റീവുകൾ ലോകവ്യാപകമായിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലെല്ലാവരും ഒന്നാണ്. അതിൽ ഇവിടുത്തെ എത്തീസ്റ്റുകൾ ഒന്നാണ്, ഇവിടുന്ന് പോകുന്ന എക്സ് മുസ്ലിങ്ങളും ഒന്നാണ്. എല്ലാം ഒരേ ഗ്രൂപ്പാണ്. അതാ ഞാൻ പറഞ്ഞത്, അഹ്സാബാണ്. എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് സംഘടിച്ചിട്ടുണ്ട്. അവർ കഥകൾ പടച്ചുവിടുന്നുണ്ട്, അവർ പ്രോപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, നരേറ്റീവുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, കഥകൾ മെനയുന്നുണ്ട്, പ്രവാചകനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, ഇസ്ലാമിനെതിരെ ആളുകൾ വിശ്വസിക്കാത്ത നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുന്നുണ്ട്. ഇറാനിലെ ഒരു സ്കൂളിൽ 200ഓളം കുട്ടികളെ ബോംബിട്ട് വന്നിട്ട് ഒരു നാണവും ലജ്ജയില്ലാതെ ഇന്ന് അമേരിക്കന്റെ പ്രസിഡന്റ് പറഞ്ഞില്ലേ, അത് ഇറാനികൾ തന്നെ ചെയ്ത കാര്യമാണ്. ഇങ്ങനെ നുണ പറയുന്ന ആളുകളാ ലോകം ഭരിക്കുന്ന ആളുകൾ, കോട്ടും സ്യൂട്ടിട്ട് നടക്കുന്ന ആളുകൾ. പാവപ്പെട്ട ചെറിയ 13ഉം 12ഉം വയസ്സുള്ള പിഞ്ചു കുട്ടികളെ എപ്സ്റ്റീൻ ദ്വീപിൽ കൊണ്ടുപോയിട്ട് അവിടെ പീഡനത്തിനിരയാക്കിയിട്ട് പറയപ്പെടുന്നു, കേട്ടാൽ ഞെട്ടിത്തരിക്കുന്ന കാര്യങ്ങളാണ്. 3 ലക്ഷത്തിലധികം ഇമെയിലുകളുടെ ഉള്ളടക്കമുള്ള എപ്സ്റ്റീൻ ഫയലിൽ വരാൻ പോകുന്നത്. പറയപ്പെടുന്ന ആ കുട്ടികളെ കൊന്നിട്ട് ആ കുട്ടികളുടെ രക്തം കുടിച്ചു എന്നാണ്. അതായത് ഇത്ര നിമിഷത്തിനുള്ളിൽ ജീവൻ പടയുന്നതിന് മുമ്പ് ആ കുട്ടികളുടെ രക്തം കുടിച്ചാൽ നിത്യയൗവനം കിട്ടുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ രക്തം പോലും കുടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആരാ ഇതൊക്കെ ചെയ്തത്? ഇന്ന് ലോകം അടക്കി ഭരിക്കുന്ന മാന്യന്മാരെ പോലെ കോട്ടും സൂട്ടും ടൈയും ഇട്ടിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഈ ആളുകളാണ്. അവരുടെയൊക്കെ പേരുകൾ ഈ ഫയലിലുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു പിശാച് ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ദ്വീപിൽ, ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണല്ലോ ഇപ്പൊ ലോകം ചർച്ച ചെയ്യുന്നത്. ഇപ്പോ നടക്കുന്ന യുദ്ധം പോലും ഈ എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. കാരണം ഒരു ഭാഗത്ത് അമേരിക്കയിലെ കോടതി അതിന്റെ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ ഈ പറയുന്ന മാന്യന്മാരൊക്കെ തുറന്നു കാട്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യവും കൂടി മുമ്പിലുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് യുദ്ധം നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കെതിരെ ചരിത്രത്തിൽ ഇത്ര വിശാലമായിട്ട് സംഘടിച്ച ഒരു സഖ്യം ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. എല്ലാ ആളുകളും മാളത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. നമ്മളൊക്കെ പണ്ട് ഭയങ്കര മതേതരരായിട്ടൊക്കെ കൊണ്ടു നടന്നിട്ടുള്ള ആളുകൾ. ഞാൻ ഇന്നലെ അഡ്വക്കേറ്റ് രാംകുമാർ എന്ന് പറയുന്ന കേരളത്തിൽ നമ്മുടെയൊക്കെ വേദികളിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു മകാന്റെ വീഡിയോ കണ്ട് ഞെട്ടിത്തെരിച്ചു. അയാൾ പച്ചക്ക് വർഗീയത പറയാണ്, പച്ചക്ക് വംശീയത പറയുകയാണ്. മുസ്ലിങ്ങളെ കുറിച്ച് ഇവിടുത്തെ സംഘപരിവാറൊക്കെ പ്രോപ്പഗേറ്റ് ചെയ്ത നരേറ്റീവുകൾ, അവരുണ്ടാക്കിയിട്ടുള്ള പ്രോപ്പഗണ്ടകളൊക്കെ പച്ചക്ക് അത് സത്യമാണെന്ന മട്ടിൽ ഒരു നുണ 1000 വട്ടം പറഞ്ഞാൽ അത് സത്യമാകുമെന്ന അർത്ഥത്തിൽ അത് വിളമ്പുകയാണ്. ഇവിടെ കേരള സ്റ്റോറി 2 ഇറങ്ങിയല്ലോ. കേരള സ്റ്റോറി എന്ന പേരിൽ, അതായത് കേരളത്തിൽ പെൺകുട്ടികളെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്നതാണ്. ഒരാളെ പിടിച്ചു വെച്ചിട്ട് അവളുടെ വായിലേക്ക് ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ബീഫ് കുത്തിക്കയറ്റുന്ന സീനൊക്കെ ആളുകൾ ചോദ്യം ചെയ്തു. അത് കുറച്ച് കോമൺ സെൻസുള്ള ആളുകൾ ചോദ്യം ചെയ്തു. ഞാനിത് വെറുതെ പറയാൻ, ഈ യാഥാർത്ഥ്യത്തോടൊന്നും പുറംതിരിഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് മുസ്ലിങ്ങളൊക്കെ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് കാര്യമില്ല. കുറച്ചു ദിവസം മുമ്പ് UP-യിൽ ഞാൻ കരഞ്ഞു പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് താടിയും തൊപ്പിയും ജുബയും ഒക്കെ ധരിച്ചിട്ടുള്ള 3 വൃദ്ധരായിട്ടുള്ള മനുഷ്യന്മാര് നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ ആ വൃദ്ധരായ നിസ്സഹായരായ മനുഷ്യനെ ഒരു സംഘപരിവാർ ഗൂൺ അയാൾ തെരുവിലിട്ടിട്ട് ആ മനുഷ്യരെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ച് മാപ്പു സാക്ഷിത്വത്തോടുകൂടി അത് ഏറ്റുവന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഒരു അവസ്ഥയാണ്. ഒരു ഭാഗത്തുള്ള ഒരു നിരപരാധികളായി ഒരു തെറ്റും ചെയ്യാത്ത ആൾ, അതായത് അയാൾ ബൈക്ക് ഓടിക്കുമ്പോ വഴിമാറിക്കൊടുത്തില്ല എന്ന ആരോപണം, ബൈക്ക് ഓടിക്കുമ്പോ വഴിമാറിക്കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വൃദ്ധരായ തൊപ്പിയും താടിയൊക്കെ വെച്ച മനുഷ്യർ, അതായത് മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യർ നോമ്പ് തുറക്കാൻ വേണ്ടി പോകുമ്പോ നമ്മളൊക്കെ ആത്മാഭിമാനം വ്രണപ്പെട്ടു പോകും, നമ്മുടെയൊക്കെ ഇസ്സത്തിന് മുറിവേറ്റു പോകുന്ന അർത്ഥത്തിലാണ് പൊതിരെ തല്ലുന്നത് എന്ന് പറഞ്ഞാൽ, ഈ അർത്ഥത്തില് ലോകത്തുടനീളം ഹിജാബിനെതിരെ, പർദ്ദക്കെതിരെ, മുസ്ലിം സ്ത്രീയുടെ ഐഡന്റിറ്റിയായ വസ്ത്രത്തിനെതിരെ, അതുപോലെ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ഷിയാറുകൾക്കെതിരെ, പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ കാണുന്നുണ്ടാകും നിരന്തരമായിട്ടുള്ള വെറുപ്പുൽപാദനം. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അതിനെ പ്രതിരോധിക്കാൻ
ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അഹ്സാബുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കണം. വഇദ് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ മുകളിൽ നിന്നും നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്നും ചുറ്റുഭാഗത്ത് നിന്നും അഹ്സാബ് സംഘങ്ങൾ, ഒരുപാട് സംഘങ്ങൾ അലയൻസ് ആയിട്ട് നിങ്ങളെ നേരിടാൻ വന്ന ആ സന്ദർഭം ഓർക്കുക. വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ആ സന്ദർഭത്തിൽ പേടിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ പുറത്തേക്ക് വരികയും വബലഗത്തിൽ ഖുലൂബൽ ഹനാജിർ, പേടിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ ഈ തൊണ്ടക്കുഴിയോളം, ഹനാജിർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കുഴലിനാണ് ഹനാജിർ പറയാ, ഹനാജിർ ഹഞ്ചർ എന്ന് പറഞ്ഞാൽ ഹൃദയം ഇവിടെയാണല്ലോ, അത് പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്നാണ് ഖുർആൻ. അതായത് ഇതിന് പേടിയ ഖുർആനിൽ വേറൊന്നും വിവരിക്കാനില്ല, അത്രയും നന്നായിട്ട് ഖുർആൻ വിവരിച്ചത്. ഭയത്തിന്റെ ഒരു അവസ്ഥയത്, കണ്ണുകൾ തുറിച്ച് പുറത്തേക്ക് വരിക, ഹൃദയം ഭയം കൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് വരിക. അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട വരുന്നത് ഹന്തക്ക്, പ്രവാചകൻ, അതായത് പട്ടിണിയാണ് അവിടെ, പ്രവാചകൻ അങ്ങനെയാണല്ലോ, ആ യുദ്ധത്തിനാണല്ലോ. സഹാബികളൊക്കെ ഒരു കല്ല് വിശന്നിട്ട് ഒരു കല്ല് കെട്ടിവെച്ചപ്പോ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ശിരസ്സുയർത്തിയിട്ട് നോക്കിയപ്പോ അവിടെ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. മഹാനായ ലീഡർ, നേതാവ്, ഖായിദുൽ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കണം, അത്രയും കട്ടപ്പാടുള്ള ഒരു യുദ്ധമായിരുന്നു അത്. എന്നിട്ട് അതിനെപ്പറ്റിയാണ് മുനാഫിക്കുകളായ ആളുകൾ, അതായത് തവക്കുലില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത്. വതദുന്നൂന ബില്ലാഹി ദുനൂന, ഖുർആനിൽ എന്നെ പലപ്പോഴും ഞെട്ടിച്ചിട്ടുള്ള ഒരു ആയത്തിന്റെ ഒരു പ്രയോഗമാണത്. കപടവിശ്വാസികളായ തവക്കുലില്ലാത്ത മനുഷ്യന്മാരുടെ വായിന്ന് വരുന്ന കാര്യമാണ്. വതദുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങൾ പടച്ചോനെ കുറിച്ച് വേണ്ടാത്തത് വിചാരിക്കുക, പടച്ചോനില്ലേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മുടെ ആളുകൾ പറയുന്നുണ്ട്, എവിടെ പോയി നിങ്ങളെ പടച്ചോൻ? ഇവിടെ പ്രളയം ഉണ്ടായപ്പോ, ഇവിടെ ദുരിതം ഉണ്ടായപ്പോ, മനുഷ്യരിങ്ങനെ ഈ അർത്ഥത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോ, ഇത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഖുർആൻ തന്നെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഈ പറയുന്ന ഈ മുനാഫിക്കുകളായ നിഫാഖുള്ളിലുള്ള ആളുകളുടെ, നിഫാഖിന്റെ അംശം ഇരച്ചു കയറുന്ന ആളുകളുടെ ഒക്കെ സാഹചര്യം മുൻനിർത്തിയിട്ട് പറഞ്ഞു തദുന്നൂന ബില്ലാഹി ദുനൂന. അങ്ങനെ കൊടിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രക്തസാക്ഷികളാവുമ്പോ, കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ, വല്ലാത്ത പ്രയാസം ഉമ്മത്തിനുണ്ടാവുമ്പോ തദുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങൾ പടച്ചോനെ കുറിച്ച് വേണ്ടാധീനം വിചാരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് തെറ്റായി വിചാരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഹുനാനിക ഉബ്തുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ, അവിടെ വിശ്വാസികൾ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു, കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ശദീദ, സിൽസാൽ സൂറത്തു സിൽസാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഭൂമി കുലുക്കം എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നത് അവർ ഭൂമി കുലുങ്ങുന്നത് പോലെ, ഭൂമിയിൽ പ്രകമ്പനം ഉണ്ടാകുന്നത് പോലെ അവർ ഭൂമി കുലുക്കുന്നത് പോലെ കുലുക്കപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും ആ രീതിയിൽ ആയിരുന്നു പരീക്ഷണം. എന്നിട്ട് ഒരു വിഭാഗം മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നത് വൈദി യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, അതായത് മനസ്സിൽ നിഫാഖുള്ള, കാപട്യമുള്ള, കരുത്തുറ്റ വിശ്വാസം ചോർന്നുപോയ ആളുകൾ, അതുപോലെ തന്നെ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗം ഉള്ള ആളുകൾ. രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കും തപ്പിയാൽ കിട്ടും, അത് നമുക്കും തപ്പിയാൽ ഈ മറന്ന് കിട്ടും. എന്താ രോഗം? എന്താ അറിയോ? ഈമാനിനെ ബാധിക്കുന്ന രോഗങ്ങൾ പലപ്പോഴും. അപ്പൊ പരലോക വിശ്വാസം നഷ്ടപ്പെടുകയും ഭൗതികാസക്തിയുടെ ആളുകളൊക്കെയായി മാറുന്ന അവസ്ഥയാണത്. വിശ്വാസം ചോർന്നു പോകുന്നു. അതാണ് അള്ളാഹു ഖുർആനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മുനാഫിക്കുകളും അതുപോലെ തന്നെ ഹൃദയത്തിൽ ഇങ്ങനെ രോഗത്തിന്റെ അംശമുള്ള ആളുകൾ, അവർ പറയും മാ ബഅദനല്ലാഹു റസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹുവും അള്ളാഹുവിന്റെ ദൂതനും നമ്മളോട് ചെയ്ത ആ വാഗ്ദാനം കേവലം വഞ്ചനയാണ്. റസൂല് നിങ്ങളെ ചതിക്കുകയാണ്, അള്ളാഹു നിങ്ങളെ ചതിക്കുകയാണ്. ഈ യുദ്ധത്തിന് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല, ഈ പരീക്ഷണ ഘട്ടത്തെ നിങ്ങൾ അതിജീവിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കൊടിയ ദുരിതം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മോഹന വാഗ്ദാനം മാത്രമാണ്. മരിച്ചാൽ ഇങ്ങോട്ട് സ്വർഗം കിട്ടാനും പോകുന്നില്ല. മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, ഇത് പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് മുനാഫിക്കുകൾ. നമ്മുടെ കാലത്തും അത് പറയുന്ന ആളുകളുണ്ട്. അറബ് സുഖലോലുപരായിട്ടുള്ള ആളുകൾ, സുഖലോലുപരായ ഭൗതികാസക്തരായിട്ടുള്ള ആളുകൾ, അവരും പലപ്പോഴും പറയും ഇത്തരം പരീക്ഷ ഉണ്ടാകുമ്പോൾ അവരെന്തിനാ അത് ചെയ്തത്, അവരെന്തിനാണ് അങ്ങനെ ചെയ്തത്, അവരിങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ വളരെ എളുപ്പത്തിൽ സേഫ് സോണിൽ ഇരുന്നിട്ട് വളരെ സൗകര്യപൂർവ്വം പറയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊട്ട് സ്വർഗം കിട്ടാനും പോകുന്നില്ല, ദുനിയാവിലൊട്ട് നിങ്ങൾ വിമോചനം നിങ്ങൾക്ക് വരാനും പോകുന്നില്ല എന്ന അർത്ഥത്തിലുള്ള വർത്തമാനമാണത്. റസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹും റസൂലും വാഗ്ദാനം ചെയ്ത് വഞ്ചന മാത്രമാണെന്ന് അവർ പറയും.
എന്നിട്ടൊരു വിഭാഗത്തിന് ന്യായം നോക്കുക, ഇത് കാലത്തു ആയിപ്പത്തും മിൻഹും യാ അഹ്ല യസ്റബ് ലാ മഖാമ ലക്കും. ഒരു വിഭാഗം ആളുകൾ ആ കൂട്ടത്തിൽ പറയും, അല്ലയോ യസ്രിബ് വാസികളെ, മദീനവാസികളെ, ലാ മഖാമ ലക്കും, നിങ്ങൾക്ക് ഇനി ഒരു നിലനിൽപ്പില്ല കേട്ടോ, നിങ്ങൾക്കിനി നിൽക്കക്കള്ളിയില്ല, നിങ്ങളുടെ കാര്യം പരുങ്ങലിലാണ്. അതുകൊണ്ട് ഫർജിയോ, നിങ്ങൾ ഏറ്റവും സേഫായ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകൂ, നിങ്ങളുടെ വീടുകളിലേക്കോ ഈ യുദ്ധമുഖത്ത് നിന്ന്, ഈ പോരാട്ടമുഖത്ത് നിന്ന് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. വയസ്തഇദ്നു ഫരീഖും മിൻഹും അല്ലദീന യഖൂലൂന ഇന്ന ബുയൂതനാ ഔറത്തുൻ വമാ ഹിയ ബിഔറ. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രവാചകനോട് അനുവാദം ചോദിക്കും, ലീവ് ചോദിക്കുമല്ലോ, അനുവാദം ചോദിക്കും, പെർമിഷൻ ചോദിക്കും. എന്തിന്? യസ്തഇദ്നു എന്നാണ് പെർമിഷൻ ചോദിക്കുന്നു. എന്നിട്ട് അവർ പറയും, ഇന്ന ബുയൂതനാ ഔറ, റസൂലെ എന്റെ വീട്ടിൽ ആരുമില്ല, വീടാകെ അപകടത്തിലാണ്, ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കൂല, അതുകൊണ്ട് എനിക്ക് അനുവാദം നൽകണം. പക്ഷെ പേടിച്ചിട്ടാ പോകുന്നത്. വല്ലാത്തൊരു വിഷ്വലൈസേഷൻ ഉണ്ട് ഖുറാന്റെ ഇതിലൊക്കെ. സയ്യിദുത്തവ് പറയുന്നുണ്ട്, തസ്വീറുൽ ഫന്നി ഫിൽ ഖുറാൻ എന്ന ഗ്രന്ഥത്തിൽ ഖുറാന്റെ ഒരു വിഷ്വലൈസേഷൻ, അതിങ്ങനെ നമ്മളെ കൺമുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാം, ഓരോരുത്തർ ആളുകളെ ഇങ്ങനെ കാണാം. അപ്പൊ എന്നിട്ട് അള്ളാഹു പറയാണ്, ആ വീട്ടിലൊരു പ്രശ്നമില്ല, വമാഗിയ ബി ഔറ, ആ വീട്ടിനൊരു പ്രശ്നവും തകരാറുമില്ല, അവിടെ ഒരു പ്രതിസന്ധിയുമില്ല. ഈ യുരീദൂന ഇല്ലാ ഫിറാറ, അവരിതിൽ നിന്ന് ഭയന്നിട്ട് ഓടി ഒളിക്കാനുള്ള പരിപാടിയാണ്. ഇനി യുരീദൂന, അവരുദ്ദേശിക്കുന്നില്ല, ഇല്ലാ ഫിറാറൻ, ഈ പ്രതിസന്ധിയുടെ മുഖത്ത് നിന്ന്, ഈ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇത് രണ്ടായത്ത് ഞാൻ വെച്ചിട്ട് പറഞ്ഞതാണ്. ആദ്യ ആയത്തും രണ്ടാമത്തെ ആയത്തും. ആദ്യം ഞാൻ പറഞ്ഞത് അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതാണ്. തവക്കുലിന്റെ ആളുകൾ, അതായത് നിങ്ങൾക്കെതിരെ ഒരു വിഭാഗം സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഫഖ്ശൗഹും, അവരെ പേടിക്കൂ എന്ന് പറഞ്ഞാൽ, ഭയപ്പെടൂ എന്ന് പറഞ്ഞാൽ, അവർ പറയും ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നായിരിക്കും അവർ എപ്പോഴും പറയാ. തവക്കുലിന്റെ മനസ്സുണ്ടാകും. അതേസമയം മറുഭാഗത്ത് തവക്കുലിന്റെ മനസ്സില്ലാത്ത ആളുകൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതിനു ശേഷം, എല്ലാ തയ്യാറെടുപ്പുകളും കരുതലും ഒക്കെ നടത്തി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചതിന് ശേഷം, അങ്ങനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭരമേൽപ്പിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയ ആളുകളാണ് മറുഭാഗത്തുള്ളത്. ഈ അർത്ഥത്തില് നമുക്ക് തവക്കുലുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഉടനീളം ഒരുപാട് ഉദാഹരണങ്ങളും സംഭവങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ധാരാളം സംഭവങ്ങൾ നമുക്കറിയാം. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബദർ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെയും അതുപോലെ തന്നെ അൻസാറുകളുടെയും അവരുടെ തവക്കുല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കുന്നുണ്ട്. പ്രവാചകൻ വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. വലിയൊരു സൈനിക വ്യൂഹമാണ് വരാൻ പോകുന്നത്, ഒരു മലവെള്ളപ്പാച്ചൽ പോലെ. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ ബദറിൽ 313 സഹാബികളുണ്ട്, ആയുധങ്ങൾ വളരെ കുറവാണ്. ഈ സന്ദർഭത്തിൽ അവിടെ ഒരു മഷൂറ നടക്കണം, അവിടെ ഒരു ഷൂറ നടക്കണം. പ്രവാചകൻ മുഹാജിറുകളെയും അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടി ആദ്യ മുഹാജിറുകളോട് ചോദിച്ചു. മുഹാജിറുകളുടെ സന്നദ്ധത, അവരുടെ സമർപ്പണം, ആ സമർപ്പണത്തെ കുറിച്ച് അറിയാനായിരുന്നു. പ്രവാചകൻ ടെസ്റ്റ് ചെയ്യായിരുന്നു. മുഹാജിറോട് ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമോ? ഈ ഒരു പോരാട്ടത്തിൽ, ഈ സത്യത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമോ? അപ്പോൾ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട റസൂലെ, താങ്കളുടെ കൂടെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു നിമിഷം പോലും ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. മൂസാ നബി അലൈഹി സ്വലാമയോട് ബനു ഇസ്രായേൽ സമൂഹം പറഞ്ഞല്ലോ, അതായത് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില വഇന്ന ഹാഉന ലഖായിദൂൻ, അതായത് നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും താങ്കളോട് അത് പറയുകയില്ല. മൂസാ നബി അലൈഹി സ്വലാമിയെ ബനു ഇസ്രായേൽ സമൂഹം അനുയായികൾ ചതിച്ചതുപോലെ ഞങ്ങൾ ചതിക്കുകയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്ന ഒരു ഘട്ടമുണ്ട്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻസാറുകളുടെ നേരെ തിരിഞ്ഞു. അൻസാറുകളുടെ നേരെ തിരിഞ്ഞിട്ട് അൻസാറുകളുടെ അഭിപ്രായം ആരായുന്നുണ്ട്. അപ്പോൾ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എത്ര തന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും, എത്ര കനത്ത പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് താങ്കളോടൊപ്പം മുന്നേറാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രവാചകരെ, അതാണ് പറഞ്ഞ ചരിത്രപ്രധാനമായ ഡയലോഗ്.
പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയും കൊണ്ട് ഈ പറയുന്ന സമുദ്രം കുറുകെ കടക്കാൻ, മുറിച്ചു കടക്കാനാണ് ഞങ്ങളെയും കൊണ്ട് തീരുമാനിച്ചതെങ്കിൽ ഫഖുൽതഹു, അങ്ങനെ താങ്കൾ അതിൽ ആദ്യം പ്രവേശിച്ചാൽ ഫലനഹൂദന്നഹു മഅക്, താങ്കളോടൊപ്പം തീർച്ചയായും ഞങ്ങളും ഈ സമുദ്രത്തിലൂടെ നടന്നുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ അത്രയും സമർപ്പിതരാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അത് ഈ ബദറുമായി ബന്ധപ്പെട്ട് മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. അത് കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക, നിങ്ങൾ മുന്നേറുക എന്ന് പ്രവാചകൻ അതിനുശേഷം പറയുന്നുണ്ട്. ആ ഒരു വല്ലാത്ത ധൈര്യമാണ് ആ തവക്കുൽ എന്ന് പറയുന്നത്. അവിടെ ആരും പിന്മാറിയില്ല. 313 സഹാബികളിൽ നിന്ന് ഒരാൾ പോലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടടിപ്പിച്ചിട്ടില്ല. ആ ധൈര്യം, ആ ഒരു ഈമാൻ എന്ന് പറയുന്നത്, ആ ഒരു തവക്കുൽ എന്ന് പറയുന്നത്, ആ ഒരു തവക്കുൽ അത് 10,000-കണക്കിന് ആളുകളുടെ വിശ്വാസത്തിന് തുല്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ നമുക്ക് നൽകിയത്. അത് ഉണ്ടാകും. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിക സമൂഹത്തിന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു സമുദായം എന്നുള്ള നിലക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും, വ്യക്തി എന്നുള്ള നിലക്ക് ഉണ്ടാവും, കുടുംബം എന്നുള്ള നിലക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഈ അടുത്ത കാലത്ത് വല്ലാത്തൊരു പരീക്ഷണം ഉണ്ടായത്, എന്നെ വല്ലാതെ ഉള്ളുലച്ചൊരു പരീക്ഷണം. ഞാൻ അവർക്ക് വേണ്ടി വല്ലാതെ ആര് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടാവും, ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. GCCയിൽ എനിക്ക് തോന്നുന്നു അബൂദാബിയിൽ മറ്റോ എന്നാണ് ഒരു അപകടത്തിൽ, ഒരു വാഹന അപകടത്തിൽ 4 മക്കളും നഷ്ടപ്പെട്ടു പോയി. എല്ലാ കുട്ടികളും മരിച്ചു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്നു, അതായത് അതില് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, അതായത് ദുനിയാവില് നമ്മുടെ കരളിന്റെ കഷ്ണമായിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾ ഒന്നടങ്കം അള്ളാഹു തിരിച്ചു വിളിച്ചു. ആ ദമ്പതികൾ അവർ മാത്രം ഒറ്റക്കായി. അതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദുനിയാവില് ഒരു വിശ്വാസി അഭിമുഖീകരിക്കുന്ന വല്ലാത്തൊരു പരീക്ഷണമാണത്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ചു പോകും. അള്ളാഹുവെ, വല്ലാത്തൊരു പരീക്ഷണം. പക്ഷേ അവിടെയും നിങ്ങൾ മനസ്സിലാക്കണം, തവക്കുല് ഉണ്ടാകുന്ന ഒരു സന്ദർഭം, ശാന്തിയും സമാധാനമുള്ള ഒരു സന്ദർഭമുണ്ട്. നമ്മളെ ശാന്തപുരത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്നൊരു വിദ്യാർത്ഥി അബദ്ധത്തിൽ ബിൽഡിംഗിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ടോ? ആ കുട്ടി വീണു. അങ്ങനെ ഒരു അബ്ദുള്ള എന്നാണ് അവന്റെ പേര്. CBSE പരീക്ഷയൊക്കെ എഴുതിയിട്ട്. അപ്പൊ നമ്മൾ അവന്റെ ജനാസയുമായിട്ട് തലശ്ശേരിയിൽ അവന്റെ വീട് വരെ നമ്മൾ പോയിരുന്നു. അപ്പോ ഗൾഫിൽ നിന്ന് ആ മരണവിവരം അറിഞ്ഞിട്ട് അവന്റെ വാപ്പ വന്നിരുന്നു. ഞാൻ അപ്പോൾ ജനാസ ഖബറടക്കുന്ന, അതായത് ആ ജനാസ അവിടെ എത്തിയത് മുതൽ ഖബറടക്കം കഴിയുന്നത് വരെ ആ പിതാവിനെ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നത്. ആ മനുഷ്യന്റെ നെറ്റിയിൽ നിന്ന്, ആ കണ്ണുകളിൽ നിന്ന്, ആ നെറ്റിയിൽ നിന്ന് ആത്മീയതയുടെ ഒരു വിയർപ്പ്, ആ കണ്ണുകളിൽ വിശ്വാസത്തിന്റെ ഒരു തിളക്കം. ഒരു ഘട്ടത്തിലും ആ മനുഷ്യൻ കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. ആളുകൾ വന്നിട്ട് കരഞ്ഞിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം വരുന്ന ആളുകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാതെ അദ്ദേഹം എങ്ങനെ പിടിച്ചു എന്ന് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം, അത് വല്ലാത്തൊരു ഈമാനിന്റെ ഒരു വല്ലാത്ത പ്രകാശനമാണത്. അത് തവക്കുലിന്റെ വല്ലാത്തൊരു നിശ്ചയദാർഢ്യത്തിന്റെ അചഞ്ചലമായിട്ടുള്ള ഒരു ഹൃദയത്തിൽ നിന്നുണ്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതേസമയം ആളുകളുടെ മുമ്പിൽ ആരെയും മറ്റുള്ളവർ പതരാതിരിക്കുമാർ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, ഒരേ ഒരു മകൻ പോയ വേളയിൽ ആ ജനാസ ഖബറടക്കുന്ന ഘട്ടത്തിൽ പോലും ആ മനുഷ്യൻ ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഞാൻ പറയുന്നത്, തവക്കുൽ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി തലത്തിൽ മാത്രമല്ല, അത് നമ്മുടെ കുടുംബ തലത്തിൽ നമുക്കുണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയാലോ, ഒരു സഹാബി ആ യാത്രയൊക്കെ ചെയ്തിട്ട് ആ സഹാബിയുടെ മകൻ മരണപ്പെട്ട സന്ദർഭത്തിൽ ആ മരിച്ച വിവരം ആ ഭാര്യ അന്ന് രാത്രി സുഗന്ധം പൂശി വളരെ നല്ല വസ്ത്രമണിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ട് ഭർത്താവിനെ സ്വീകരിക്കുന്നുണ്ട്. മകൻ മരണപ്പെട്ട് കിടക്കുകയാണ്. ആ മനുഷ്യൻ വന്ന് ആ മനുഷ്യനെ സ്നേഹത്തോടെ സ്വീകരിച്ച് ചേർത്ത് നിർത്തി അദ്ദേഹത്തിന് ആ കുറെ നാളത്തെ വിരഹത്തിന്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷമൊക്കെ എല്ലാം മാറ്റിയതിനു ശേഷം വളരെ സമാധാനത്തിൽ ചങ്കുറപ്പോടെ സ്വന്തം മകന്റെ മരണവാർത്ത ആ പിതാവിനെ അറിയിക്കുന്ന ഭാര്യ ഇസ്ലാമിക ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ് ഇതൊക്കെ തവക്കുലിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവരാണ് ഈമാനിന്റെ നിറകുടങ്ങൾ. അവരിൽ നിന്നാണ് നമുക്ക് ഒരുപാട് മാതൃകകൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത് വ്യക്തിതലത്തിലുണ്ട്, അത് നമ്മുടെ കുടുംബത്തിലുണ്ടാവണം, ഭാര്യയും ഭർത്താക്കന്മാരും. എന്നാൽ നമുക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും. നമ്മളെ മക്കളുകൊണ്ട് പരീക്ഷിക്കപ്പെടും.
അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടും. അപ്പോഴൊക്കെയും ആ ഒരു വല്ലാത്തൊരു തവക്കുൽ നമുക്കുണ്ടാവണം. ഇത് സംഘടന എന്ന അർത്ഥത്തിൽ ഉണ്ടാകണം. സംഘടനക്കെതിരെ ആരോപണം വരുമ്പോൾ, സംഘടനക്കെതിരെ ആളുകൾ വലിയ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിൽ പരിഹാസങ്ങളും കുത്തുവാക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ അള്ളാഹുവിൽ പരമേൽച്ച്, പടച്ചൊല്ലിൽ പരമേൽച്ച് നമ്മൾ നമ്മുടെ പണിയെടുത്ത് പോകണം. അവിടെ പിന്നെ അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. അതിന്റെ പിന്നാലെ നമ്മൾ സൈക്കിൾ എടുത്ത് കൂടാൻ പാടില്ല. അതൊക്കെ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കണം. ചില കാര്യങ്ങൾ അത് പടച്ചോനെ വിട്ടുകൊടുക്കുക, പരലോകത്തേക്ക് വിട്ടുകൊടുക്കുക. അത് ദുനിയാവിൽ നമ്മൾ തീർപ്പാക്കാൻ നോക്കിയാൽ നടക്കൂല. ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു രോഗമുണ്ട്. അതായത് ദുനിയാവിൽ തന്നെ എല്ലാ സമയത്തും അതിന്റെ പിന്നാലെ കൂടെ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യുക. ഈ അർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യവും എല്ലാം അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറണം. അപ്പൊ നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാകും, നമുക്ക് നല്ല ശാന്തിയും അതുപോലെ തന്നെ സമാധാനം ഉണ്ടാകും. ഈ ഹസ്ബി അല്ലാഹ് എന്നുള്ളത് എല്ലാ രോഗത്തിന്റെയും മരുന്നാണെന്ന് കൂടി ഞാൻ ഉത്ബോധിപ്പിച്ചുകൊണ്ട്, എല്ലാ രോഗത്തിന്റെയും, നമ്മുടെ ഹൃദയത്തിന്റെ സകലമാന അസുഖങ്ങളുടെയും രോഗങ്ങളുടെയും ഒരു ഔഷധമാണത്. അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമെല്ലാം അള്ളാഹു ഒരു സാലിഹായിട്ടുള്ള ഒരു സൽക്കർമ്മമായി, ഒരു അമലു സാലിഹാത്തായിട്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം ഈ പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പും നമ്മുടെ തറാവീഹും ഖിയാമുൽ ലൈലും നാം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആന്റെ പാരായണവും, ഖുർആൻ പാരായണം റസൂൽ പഠിപ്പിച്ചു. അതായത് ഞാൻ പറയില്ല അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് ഒരായത്താണ്, ഒരക്ഷരമാണെന്ന് ഞാൻ പറയില്ല. അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, അത് ലാം ഒരക്ഷരമാണ്, മീമും ഒരക്ഷരമാണ്. ഓരോന്നിനും 10 ഇരട്ടി പുണ്യവും പ്രതിഫലവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖുർആൻ പാരായണം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, സദഖകൾ, നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുന്ന സദഖകൾ, ദാനധർമ്മങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് പരിപൂർണമായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ സാലിഹായ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം മനുഷ്യരാണ് നമ്മളെല്ലാം, മലക്കുകളല്ല, മാലാഖമാരല്ല. നമ്മളൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. ചിലപ്പോൾ സംസാരത്തില്, ചിലപ്പോൾ സമീപനത്തില്, പെരുമാറ്റത്തില് ഒക്കെ തെറ്റുകൾ പറ്റിപ്പോകും, അബദ്ധങ്ങളൊക്കെ പറ്റുന്ന മനുഷ്യരാണ് നമ്മൾ. പക്ഷെ റസൂല് പഠിപ്പിച്ചു ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, തെറ്റുകൾ സംഭവിക്കുന്നവരിലും നല്ല മനുഷ്യരാരാണെന്നറിയോ? അതൊക്കെ ഏറ്റുപറഞ്ഞ്, അതൊക്കെ മനസ്സിലാക്കി ഇനി മനുഷ്യരോട് പൊരുത്തപ്പെടിക്കേണ്ടതാണ്, അതൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് അള്ളാഹുവിലേക്ക് പരിപൂർണമായിട്ട് മടങ്ങിച്ചെല്ലുന്ന ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. അതോടൊപ്പം നമ്മിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയുന്ന പലരും, അവർ ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, വീടുകളിൽ പിന്നെ കിടക്കുകളിൽ രോഗികളായിട്ട് കടന്നുപോയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ പള്ളിയിൽ തന്നെ പല അസുഖങ്ങളും ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ അതൊക്കെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ട് നല്ല ഊർജ്ജസ്വലരായിട്ട് നോമ്പെടുത്ത് രോഗങ്ങളൊന്നും വകവെക്കാതെ അങ്ങനെ നോമ്പെടുത്ത് വന്ന ആളുകൾ, പ്രായമുള്ള ആളുകളുണ്ട്, രോഗമുള്ള ആളുകളുണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു ഈമാനിന്റെ വല്ലാത്തൊരവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിൽ അങ്ങനെ നോമ്പെടുത്ത ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാണ്. നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നാമും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് നാളെ മടങ്ങിച്ചെല്ലേണ്ട ആളുകളാണ്. ആ അർത്ഥത്തിൽ അവരെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് കച്ചവടത്തില്. അതുപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ, അള്ളാഹു അവർക്ക് എളുപ്പം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ
നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു നിഅമത്തും ബർക്കത്തും ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, വരുന്ന തലമുറകൾ അള്ളാഹു അവർക്ക് കൃത്യമായ ദിശാബോധം പകർന്നു കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം അവരുടെ പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാരി വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദ الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا وأعمالنا وصلاتنا وصيامنا وزكاتنا وحجنا وعمرتنا وصدقاتنا وسائر أمورنا وأعمالنا يا رب العالمين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم. ربنا اغفر وارحم وأنت خير الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.